പ്രൈസ് ദി ലോർഡ്. അല്പസമയത്ത് ചിന്തയ്ക്കായി ഒരു വേദഭാഗം വായിക്കുന്നു. അവകാശി സകലത്തിനും യജമാനനെങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല. പ്രൈസ് ദി ലോർഡ്. പ്രിയ സഹോദരങ്ങളെ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഈ സത്യ തിരുവെഴുത്തിനായി കർത്താവിന് സ്തോത്രം. വിശുദ്ധ പൗലോസ് ഗലാത്യർക്ക് എഴുതിയിരിക്കുന്ന ലേഖനമാണ് നമ്മൾ വായിച്ചത്. ഗലാത്യ ലേഖനത്തെക്കുറിച്ച് ഒരു വാക്ക് പറഞ്ഞാൽ ദൈവസഭ ആരാണ് എന്ന് സ്പഷ്ടമായിട്ട് ദൈവസഭയെ എഴുതി അറിയിച്ചിരിക്കുന്ന ഒരു ലേഖനമാണ് പൗലോസ് എഴുതി അറിയിച്ചിരിക്കുന്ന ലേഖനമാണ് ഗലാത്യ ലേഖനം. ഈ പൗലോസ് ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ ദൈവസഭ എന്ന അവകാശി അത് ശരീരവാസമല്ല, എന്ന് പറഞ്ഞാൽ ആ ശരീരമല്ല, ശരീരത്തിൽ വീണ്ടും ജനനം പ്രാപിച്ച് ജീവിക്കുന്ന ആത്മാവാകുന്നു ഈ അവകാശി എന്നുള്ളതിനെ കുറിച്ചുള്ള ആഴമായ ഒരു വെളിപ്പാടാണ് ഈ തിരുവെഴുത്തിലൂടെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്, ദൈവദാസനായ പൗലോസ് മുഖാന്തരം. അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ, സ്വർഗത്തിലൊരു ദൂതനാകട്ടെ, നിങ്ങളോട് ഒരു സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. എന്ന് പറഞ്ഞാൽ ദൈവം പെന്തക്കോസ്ത് നാളിൽ ദൈവത്തിൻ്റെ ദാസനാകുന്ന പത്രോസ് മുഖാന്തരം, പത്രോസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പേരല്ല കേട്ടോ, അപ്പോൾ തന്നെ ദൈവം ഒരു വ്യക്തിക്കിട്ട പേരാണ്. സ്തോത്രം. അവനെ കണ്ടപ്പോൾ കർത്താവ് ആദ്യം പറഞ്ഞത്, നീ യോഹന്നാൻ്റെ മകൻ ശീമോനാണ്, നീ കേഫ അഥവാ പത്രോസ് എന്ന് നിന്നെ വിളിക്കപ്പെടുമെന്ന്. ഈ പത്രോസ് എന്ന വിളിക്കപ്പെടുമെന്ന് പറഞ്ഞപ്പോൾ അന്ന് അവൻ പത്രോസ് ആയില്ല. എന്നാണ് ആയത്? സ്തോത്രം. യേശുവിൻ്റെ ക്രൂശുമരണ ശേഷം കർത്താവ് ഉയർത്തെഴുന്നേറ്റു. എന്നിട്ടും അവർ അതിനുശേഷം അവരെന്ത് ചെയ്തു? തിബിരിയസ് കടൽത്തീരത്ത് കർത്താവ് അവരെ വിട്ടു പിരിഞ്ഞുകൊണ്ട് ഇനി ഉപജീവന വഴി എന്ന നിലവാരത്തിൽ എങ്ങോട്ട് തിരിഞ്ഞു? മീൻ പിടിക്കാൻ ഇറങ്ങി. ആ രാത്രി എല്ലാം അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടായിക്കൊണ്ട് രാവിലെ ആയപ്പോൾ അവർ പടക്, അതായത് അവരുപയോഗിച്ച ബോട്ട് അല്ലെങ്കിൽ വള്ളം കരയ്ക്ക് അടുപ്പിച്ചിട്ട് വല കഴുകുന്ന എന്ന് ചെയ്യുന്ന ആ പണി ചെയ്യുവാൻ ശ്രമിക്കുന്ന സമയത്ത് കർത്താവ് അവർക്ക് പ്രത്യക്ഷനായ വിഷയം നമുക്കറിയാവുന്നതാണ്. അതുകൊണ്ട് ഞാൻ ആ വിഷയം ഇടുക. ബ്രേക്ക്ഫാസ്റ്റ് പ്രാതൽ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കർത്താവ് ശീമോനോട് ചോദിക്കുന്നൊരു കാര്യമുണ്ട്. നീ ഇവരിലധികം എന്നെ സ്നേഹിക്കുന്നു പത്രോസേ എന്നല്ല കർത്താവ് ഇവിടെ പറയുന്നത്. നീ ഇവരിലധികം എന്നെ സ്നേഹിക്കുന്നു യോഹന്നാൻ്റെ മകനായ ശീമോനെ. 3 പ്രാവശ്യം കർത്താവ് ഇതേ വചനം തന്നെ ഉച്ചരിച്ചുകൊണ്ട് അവനോട് ചോദിക്കുന്നത്. നീ ഇവരിലധികം എന്നെ സ്നേഹിക്കുന്നു പത്രോസേ എന്നല്ല ചോദിച്ചത്, നീ ഇവരിലധികം എന്നെ സ്നേഹിക്കുന്നു യോഹന്നാൻ്റെ മകനായ ശീമോനെ എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞു തന്നതിന് സാരാംശം, യേശു 3.5 വർഷം കൂടെ നടത്തുമ്പോഴും അവൻ ശീമോനാണ്. യേശുവിൻ്റെ ക്രൂശുമരണത്തിലും അവൻ ശീമോനാണ്. യേശു ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ്, സ്തോത്രം, ഉയർത്തതിന് ശേഷമാണ് സ്തോത്രം ശിഷ്യന്മാര് മീൻ പിടിക്കാൻ പോയത്. മീൻ പിടിച്ചുകൊണ്ട് വന്നതിന് ശേഷവും അവരാരായിരുന്നു?
അവൻ ശീമോനായിരുന്നു. പിന്നെ എന്നാണ് അവൻ പത്രോസായത്? പെന്തക്കോസ്ത് നാൾ വന്ന ദിവസം അവരെല്ലാം ഒരു സ്ഥലത്ത് കൂടിയിരുന്നപ്പോൾ ദൈവം അവൻ്റെ മേലൊരു അഭിഷേകം പകർന്നു. ഈ അഭിഷേകത്തിൻ്റെ പേരാണ് പത്രോസ് എന്നുള്ളത്. അന്ന് അവൻ മുഖാന്തരം ദൈവസഭയ്ക്ക് അടിസ്ഥാനമിട്ടു. ഈ അടിസ്ഥാന ഉപദേശത്തിൻ്റെ പേരാണ് പത്രോസ് എന്നുള്ളത്. അപ്പം ദൈവം അവനിൽ പകർന്ന അഭിഷേകത്തിൻ്റെ പേരാണ് പത്രോസ് എന്നുള്ളത്. അവൻ മുഖാന്തരം അടിസ്ഥാന ഉപദേശമിട്ടു ദൈവസഭയ്ക്ക്. ആ ദൈവസഭയ്ക്ക് ഇട്ട അടിസ്ഥാന ഉപദേശമാകുന്നു ഈ പത്രോസ്. അപ്പോൾ നമ്മൾ ഈ ദൈവദാസൻ മുഖാന്തരമായിട്ടുള്ള ഈ ഉപദേശങ്ങൾ അനുസരിക്കുമ്പോൾ നമ്മൾ പത്രോസിൻ്റെ ഒരു ഭാഗമായി തീരുകയാണ്. കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട് മത്തായിയുടെ സുവിശേഷത്തിൽ, നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല. അപ്പം ദൈവത്തിൻ്റെ ദാസനായ ശിമോനോട് പറയുകയാണ്, അവൻ ഏറ്റുപറഞ്ഞ വചനത്തിന് നീ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് അവൻ ഏറ്റുപറഞ്ഞതിന് ശേഷം കർത്താവ് പറയുകയാണ്, നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണി. അവിടെ നീ പത്രോസാകുന്നു എന്ന് പറഞ്ഞപ്പോൾ അത് ദൈവിക വാക്തത്വം അവന് നൽകുകയാണ്. സ്തോത്രം. എന്താണ് വാക്തത്വം? അവൻ്റെ മേൽ കർത്താവ് പകരാനിരിക്കുന്ന അഭിഷേകവും അന്ന് അവനിലൂടെ ദൈവം സ്ഥാപിച്ച ഉപദേശത്തെയും കൂടെ ദൈവം മുൻകണ്ടുകൊണ്ട് പറയുകയാണ്, നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭ. ഈ പത്രോസ് എന്ന് പറയുന്നത് ദൈവം എനിക്ക് തന്ന അറിവനുസരിച്ച് ഞാൻ പറയട്ടെ, ദൈവസഭയുടെ ഒരു മറുപേരാകുന്നു ഈ പത്രോസ് എന്നുള്ളത്. അതുകൊണ്ടാണ് ദൈവം ഗലാത്യ ലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിൽ ദൈവദാസനായ പൗലോസ് മുഖാന്തരം ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. സ്തോത്രം. അതിൻ്റെ 1:8 പറയുന്നു, ഞങ്ങൾ നിങ്ങളുടെ അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? പൗലോസ് പറയാണ്, എന്നെ ക്രിസ്തുവിൽ നടത്തിയത് അനന്യാസാകുന്നു. ഞങ്ങൾ എന്ന് പറയുന്നത് ബഹുവചനമാണ്. എന്നെ ക്രിസ്തുവിൽ നടത്തിയത് അനന്യാസാകുന്നു. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിൽ അനന്യാസ് പത്രോസിൻ്റെ ശിഷ്യനാണ്. അപ്പം പൗലോസ് പറയുകയാണ്, ഞാനാകട്ടെ, അനന്യാസ് ആകട്ടെ, ഇനി പത്രോസ് ആകട്ടെ, സ്വർഗത്തിലൊരു ദൂതൻ വന്ന് പറഞ്ഞാലും, സ്തോത്രം, വേറൊരു അപ്പോസ്തലൻ വന്ന് പറഞ്ഞാലും, ഈ പെന്തക്കോസ്ത് നാളിൽ ദൈവം ശീമോൻ എന്ന വ്യക്തിയെ അഭിഷേകം ചെയ്ത് ആ അഭിഷേകത്തിലൂടെ ഇട്ടിരിക്കുന്ന ദൈവിക ഉപദേശത്തിന് വിപരീതമായിട്ട് ആരെങ്കിലും പറഞ്ഞാൽ, അതിന് പൗലോസ് എന്ന് ഞാൻ പറഞ്ഞാലും, എന്നെ ക്രിസ്തുവിൽ നടത്തിയ അനന്യാസ് പറഞ്ഞാലും, അല്ലെങ്കിൽ ദൈവസഭയ്ക്ക് ദൈവം അടിസ്ഥാനമിടുവാൻ ഉപയോഗിച്ച ശീമോൻ എന്ന വ്യക്തിയിൽ ദൈവം പകർന്ന അഭിഷേകത്തിന് ശേഷം അവനെ വിളിപ്പേരായിരിക്കുന്ന പത്രോസ് എന്ന വ്യക്തി പറഞ്ഞാലും, വേറൊരുവൻ വന്ന് പറഞ്ഞാലും, അവൻ സ്വർഗത്തിലുള്ള ദൂതനായാലും അവൻ ആരാണ്? ശപിക്കപ്പെട്ടവനാണ്. അങ്ങനെയെങ്കിൽ ഉപദേശം ശീമോന്റെ അല്ല, ഉപദേശം പത്രോസിൻ്റെയാണ്. പത്രോസ് എന്ന് പറയുന്നത് ശീമോൻ ആണോ എന്ന് ചോദിച്ചാലാണ്. അപ്പോൾ തന്നെ ശീമോൻ ഒരു പ്രതിനിധിയെ. എങ്ങനെ? ഇസ്രായേൽ എന്ന് പറയുന്നത് യാക്കോബാണ്. ദൈവം യാക്കോബിനിട്ട പേരാണ് ഇസ്രായേൽ. എന്നാൽ ഇസ്രായേൽ എന്നൊരു വ്യക്തിയാണോ? അല്ല, ഒരു സമൂഹമാണ്. അബ്രഹാം എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് ദൈവം കൊടുത്ത പേരാണ്. പക്ഷെ അബ്രഹാം എന്നൊരു വ്യക്തിയാണോ? അല്ല, ബഹുജാതികളുടെ പ്രതിനിധിയാണ്. പ്രൈസ് ദി ലോർഡ്. ഇതേപോലെ ഇസഹാക്ക് എന്ന് പറയുന്നൊരു വ്യക്തിയാണോ? ആണ്. അപ്പോൾ തന്നെ ഇസഹാക്ക് ദൈവസഭയാണ്. ദൈവസഭയിലെ ഓരോ മെമ്പറും ഇസഹാക്കിൻ്റെ അവയവമാണ്. ദൈവസഭയുടെ മറുപേരാണ് ഇസഹാക്ക്. ഹല്ലേലൂയ. ഇതേപോലെ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പത്രോസ് എന്ന് പറയുന്നതും ആരാകുന്നു? ഒരു വ്യക്തിയാണ്. ദൈവം വ്യക്തിക്ക് കൊടുത്ത പേരാണ്. അപ്പോൾ തന്നെ വ്യക്തി സമൂഹത്തിൻ്റെ പേരാണ് പത്രോസ്. ആരാണ് ഈ വ്യക്തി സമൂഹം? ദൈവത്തിൻ്റെ സഭ. ദൈവത്തിൻ്റെ സഭയുടെ അടിസ്ഥാനം എന്താണ്? നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിന് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച്, സ്തോത്രം. പിന്നെ 42 മുതൽ
മത്തായി മുതൽ വെളിപ്പാട് വരെയുള്ള അപ്പോസ്തോലിക ഉപദേശങ്ങൾ അനുസരിച്ച് വേർപെട്ട് കൂട്ടായ്മ ആരാധിച്ച് അപ്പം നുറുക്കി പ്രാർത്ഥന കഴിക്കുക എന്ന ഈ ദൈവം പത്രോസ് മുഖാന്തരം ശീമോൻ മുഖാന്തരം ഇട്ടിരിക്കുന്ന അടിസ്ഥാന ഉപദേശത്തിൽ നിൽക്കുന്ന ഏതൊരു വ്യക്തിയും പത്രോസ് ആകുന്നു, പത്രോസിൻ്റെ അവയവമാകുന്നു. ഹല്ലേലൂയ. ഈ ഉപദേശത്തിൽ നിൽക്കുമ്പോഴാണ് നമ്മൾ ദൈവത്തിൻ്റെ പുത്രൻ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മകൻ എന്ന് വിളിക്കുന്നത്. ഈ ഉപദേശം നമ്മുടെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ പുത്രനുമല്ല, ദൈവത്തിൻ്റെ മകനുമല്ല, അവകാശിയുമല്ല. നമ്മൾ സ്വർഗരാജ്യത്തിൽ ഏതെങ്കിലും തലത്തിലുള്ള അവകാശം വരണമെങ്കിൽ നമ്മൾ വചനത്താൽ ജനിച്ചിരിക്കണം. വചനത്താൽ ജനിച്ച പുത്രനു മാത്രമേ സ്വർഗരാജ്യത്തിലെ അവകാശമുള്ളൂ. അല്ലാതെ ആർക്കും സ്വർഗരാജ്യത്തിൻ്റെ അവകാശമില്ല. അപ്പോൾ സ്വർഗരാജ്യത്തിൻ്റെ അവകാശി ആരാണ്? ദൈവം പെന്തക്കോസ്ത് നാളിൽ ശീമോൻ എന്ന പത്രോസ് മുഖാന്തരം സ്ഥാപിച്ചിരിക്കുന്ന ദൈവിക അപ്പോസ്തോലിക ഉപദേശം നമ്മൾ അനുസരിക്കുമ്പോൾ നമ്മളിൽ എന്ത് സംഭവിക്കും? നമ്മളിൽ വീണ്ടും ജനനം നടക്കും. ഈ വീണ്ടും ജനനം നടക്കുന്നത് നമ്മുടെ ജഡമല്ല, നമ്മുടെ പുറമേ ഉള്ള മനുഷ്യനല്ല, അമ്മ മുഖാന്തരം നമുക്ക് ലഭിച്ച ശരീരവുമല്ല, അതിനകത്തുള്ള ദേഹിയുമല്ല ഈ വീണ്ടും ജനിക്കുന്നത്. അമ്മ മുഖാന്തരം, ജഡത്തിലെ അമ്മ മുഖാന്തരം നമുക്ക് ലഭിച്ചിരിക്കുന്ന ശരീരവും അത് മുഖാന്തരമുള്ള ദേഹിയും, സ്തോത്രം, അതിന് ജനനമുണ്ട്, ആ ദേഹിക്ക് ജനനമുണ്ട്, ആ ദേഹിക്ക് മരണവുമുണ്ട്. എന്നുവെച്ചാൽ ആ ദേഹിക്ക് ആരംഭമുണ്ട്, ആ ദേഹിക്ക് അവസാനമുണ്ട്. ആ ദേഹി മുഖാന്തരമുള്ള ശരീരത്തിന് ആരംഭമുണ്ട്, ആ ശരീരത്തിന് അവസാനമുണ്ട്. അത് മണ്ണിൽ നിന്നെടുത്തത് മണ്ണിലേക്ക് തന്നെ ചേരും. എന്നാൽ ഈ ശരീരത്തിൽ ദൈവം ഒരു നിയമം വെച്ചു, നന്മയും തിന്മയും എന്നുള്ള നിയമം. അതുകൊണ്ട് ഇതിനൊരു തിരിച്ചറിവ് പീരീഡും വെച്ചതുകൊണ്ട് ഈ ശരീരത്തിന്, അല്ലെങ്കിൽ ജനിക്കപ്പെട്ട ശരീരത്തിന്, ശരീരമെന്ന ശരീരവും ദേഹിയുമായ ആ കുഞ്ഞിന് തിരിച്ചറിവ് വന്ന ശേഷം ദൈവം വെച്ച ദൈവത്തിൻ്റെ മനസാക്ഷിയുടെ പ്രമാണം അവനിൽ പ്രവർത്തിക്കുമ്പോൾ അവന് തിരിച്ചറിവുണ്ടാകും. ആ തിരിച്ചറിവിൻ്റെ പീരീഡിൽ സുവിശേഷം കേട്ട് പാപബോധം വന്ന്, യേശുക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ വചനം കേട്ട് പാപബോധം വന്നു കഴിയുമ്പോൾ അവന് ഒരു തീരുമാനം എടുക്കുന്നു. ആ തീരുമാനം എന്താണ്? ഞാൻ ഇനി യേശുക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നു. ആ തീരുമാനമെടുത്ത് യേശുക്രിസ്തുവിന് ജീവിക്കുമെന്ന് പറഞ്ഞിട്ട് ആ ദേഹി എന്ത് ചെയ്യുന്നു? ദൈവകരങ്ങളിൽ അവനെ സമർപ്പിച്ച് അവൻ യേശുക്രിസ്തുവിൻ്റെ കൽപ്പന അനുസരിക്കുവാൻ തീരുമാനിച്ചു കഴിഞ്ഞ് കൽപ്പന അനുസരിക്കുമ്പോൾ, അതായത് യേശുവിനെ കർത്താവിൻ്റെ രക്ഷിതാവായി സ്വീകരിച്ച് യേശുക്രിസ്തുവിന് അവന് സ്നാനപ്പെട്ട് കഴിയുമ്പോൾ അവൻ്റെ ദേഹിയുടെ ഇഷ്ടപ്രകാരം അവൻ്റെ ഹൃദയത്തിൽ അവനിൽ വേറൊരു ജനനം നടക്കും. അത് ആത്മാവിൻ്റെ ജനനമാണ്. ഇതിനെയാണ് വീണ്ടും ജനനം എന്ന് പറയുന്നത്. വീണ്ടും ജനനം നമുക്ക് സംഭവിക്കണമെങ്കിൽ യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ച് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെട്ടേ മതിയാവും. ഇല്ലാതൊരു വ്യക്തിക്കും വീണ്ടും ജനനം നടക്കില്ല. വീണ്ടും ജനനം പ്രാപിക്കാത്ത ആർക്കും ദൈവപുത്രൻ്റെ അവകാശത്തിലേക്ക് കടക്കാൻ പറ്റുകയില്ല. കാരണം ദൈവപുത്രന് മാത്രമേ ദൈവിക അവകാശമുള്ളൂ. ദൈവപുത്രൻ എന്ന് പറഞ്ഞ ആരാകുന്നു? വചനം ഈ ഭൂമിയിൽ എടുത്ത പദവിയാണ്. ദൈവത്തിൻ്റെ വചനം ഈ ഭൂമിയിൽ എടുത്ത പദവിയാണ് ദൈവപുത്രൻ എന്നുള്ളത്. ഈ ദൈവപുത്രൻ എന്നുള്ള പദവി ഈ ഭൂമിയിൽ ദൈവം എടുത്തിരിക്കുന്നു എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ പുത്രൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സകലത്തിന് അവകാശി. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചു ദൈവവചനത്തിൻ്റെ ഒരു അടുത്ത ജനറേഷനാണ്. സ്തോത്രം, അടുത്ത പീരീഡിലേക്കുള്ള ഒരു ജനറേഷൻ. അതുകൊണ്ടാണ് വിശുദ്ധ തിരുവെഴുത്തിൽ 2-ാം സങ്കീർത്തനത്തിൽ കർത്താവ് ദാവീദിന് നിർണയം കൊടുത്തത്. എന്താണ് നിർണയം? ഞാൻ നിർണയം പ്രസ്താവിക്കുന്നു, നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. ഇന്ന് എന്നുള്ളത് കർത്താവാകുന്ന ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഒരു സ്തോത്രം നെക്സ്റ്റ് പീരീഡിലേക്കുള്ള, ഈ നെക്സ്റ്റ് പീരീഡ് വരാനുള്ള കാരണം പിശാചിൻ്റെ പാപമാണ്. പിശാച് പാപം ചെയ്തത് കൊണ്ടാണ് വചനത്തിന് ഒരു നെക്സ്റ്റ് പീരീഡ് വരുവാൻ കാരണമായി തീർന്നത്. ഹല്ലേലൂയ. അല്ലെങ്കിൽ വചനം ദൈവം എന്നുണ്ടോ അന്നു മുതൽ അനന്തമായി ഈ വചനത്തിന് ഇങ്ങനെ മുന്നോട്ട് ഇങ്ങനെ തന്നെ പോകുമായിരുന്നു. പക്ഷേ
കർത്താവാകുന്ന ദൈവം ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്തതിൻ്റെ കാരണം, ഒരു നെക്സ്റ്റ് പീരീഡ് ആക്കിയതിൻ്റെ കാര്യം, ആമേൻ, പാവമാണ്. പാവം മനുഷ്യരിലല്ല ഉണ്ടായത്. അതുകൊണ്ട് ദൈവം മനുഷ്യവർഗത്തെ അല്ല നിത്യ തീപ്പൊയിലേക്ക് തള്ളിയിടാൻ മനുഷ്യവർഗത്തിന് വേണ്ടിയല്ല നിത്യ തീപ്പൊയി ഒരുക്കി വെച്ചിരിക്കുന്നത്, പിശാചിനും അവൻ്റെ അനുയായികൾക്കുമാണ്. കർത്താവ് പിശാചിനും അനുയായികൾക്കും ഒരിക്കൽ നിത്യ തീപ്പൊയിലേക്ക് തള്ളിയിടുകയാണ്. സ്തോത്രം. അത് നമ്മുടെ ഇപ്പോഴത്തെ വിഷയമല്ല, പറഞ്ഞു എന്നേ ഉള്ളൂ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളെ, സ്തോത്രം, ദൈവം നമുക്കൊരു അവകാശം, നമുക്കെന്ന് പറയുന്നത് ദൈവസഭയ്ക്ക് ഒരു അവകാശം തന്നിട്ടുണ്ടെങ്കിൽ അത് പെന്തക്കോസ്ത് നാളിൽ ദൈവത്തിൻ്റെ ദാസനാകുന്ന ശീമോനിലൂടെ ശീമോനിന്മേൽ ദൈവം ഒരു അഭിഷേകം പകർന്നു. ആ അഭിഷേകത്തിലൂടെ ദൈവം ഒരു അടിസ്ഥാനം ഇട്ടിട്ടുണ്ട്. ഈ അടിസ്ഥാനം, സ്തോത്രം, ഒരു മനുഷ്യൻ്റെതല്ല. മനുഷ്യനായിരുന്നെങ്കിൽ, സ്തോത്രം, ഈ അടിസ്ഥാനത്തിന് വിരോധമായി പറഞ്ഞാൽ അവനൊന്നും സംഭവിക്കില്ലായിരുന്നു. ഗലാത്യർ 1:8 പറയുന്നത്, ഈ അടിസ്ഥാനത്തിന് വിരോധമായി ഇനി പത്രോസ് പറഞ്ഞാലും, പത്രോസ് എന്ന ശീമോൻ പറഞ്ഞാലും, സ്തോത്രം, പൗലോസ് പറഞ്ഞാലും, അനന്യാസ് പറഞ്ഞാലും, വേറൊരു അപ്പോസ്തലൻ പറഞ്ഞാലും, സ്വർഗത്തിലൊരു ദൂതൻ എന്ന് പറഞ്ഞാൽ തന്നെ അവനാരാണ്? ശപിക്കപ്പെട്ടവനാണ് എന്ന് പറഞ്ഞാൽ അർത്ഥം ഇതാണ്. സ്തോത്രം, ഈ പെന്തക്കോസ്ത് നാളിലിട്ടിരിക്കുന്ന ഉപദേശം ആരുടേതല്ല, അത് ശീമോൻ്റെതല്ല. പിന്നെ ആരുടേതാ? പത്രോസിൻ്റെതാണ്. പത്രോസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയല്ല, എന്നാൽ വ്യക്തിയാകുന്നു. ദൈവം സ്ഥാനാധിപതിയായിട്ട് സ്തോത്രം ശീമോനെ നിയോഗിച്ചത് കൊണ്ട് അവനൊരു വ്യക്തിയാകുന്നു. അപ്പോൾ തന്നെ വ്യക്തി സമൂഹമാണ്. സ്തോത്രം. ദൈവം ഈ വ്യക്തി സമൂഹം എന്ന് പറയുന്നത് ദൈവം മുൻനിയമിച്ചപ്പെട്ടിരിക്കുന്ന ദൈവവചനത്തിൻ്റെ അവയവങ്ങളാണ്. ഈ ദൈവവചനത്തിൻ്റെ അവയവങ്ങൾ എന്ന് പറയുമ്പോൾ ഈ ദൈവവചനം വീണ്ടും ജനിച്ച, അല്ലെങ്കിൽ ഈ ദൈവപുത്രൻ എന്ന പദവിയിലേക്ക് വചനം വന്നിട്ട്, സ്തോത്രം, ദൈവത്തിൻ്റെ ഹിതപ്രകാരം ഒരു പുതിയ ജനറേഷൻ, ഇതാകുന്നു ദൈവത്തിൻ്റെ വീണ്ടും ദൈവവചനത്തിലുള്ള വീണ്ടും ജനനം എന്ന് പറയുന്നത്. അപ്പോൾ ആര് തന്നെയാണ് ഈ അവകാശി? ദൈവം തന്നെയാണ്. പക്ഷേ ദൈവം ഇങ്ങനെ ആയിരിക്കുന്നു. ദൈവം ജഡത്തിൽ, സ്തോത്രം, വെളിപ്പെടുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. കർത്താവ് ജഡത്തിൽ വെളിപ്പെടുന്ന പീരീഡാണ് കൃപായുഗം. ഹല്ലേലൂയ. അതിൻ്റെ ആരംഭം കുറിച്ചത് നസറനായ യേശുവില്ലെങ്കിൽ, സ്തോത്രം, അതിനിങ്ങനെ തുടർമാനമായിട്ട് യേശുവിൻ്റെ ക്രൂശ് മരണം, അടക്കം, ഉയർപ്പിന് ശേഷം പെന്തക്കോസ്ത് നാൾ മുതൽ ഇത് തുടർമാനമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ്? ദൈവം ജഡത്തിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ദൈവം ജഡത്തിൽ വെളിപ്പെട്ട് അതിൻ്റെ എൻഡ് പൂർത്തീകരിച്ചു കഴിയുമ്പോൾ അതിനെയാണ് ദൈവസഭയുടെ റാപ്ചർ എന്ന് പറയുന്നത്. അപ്പം ഇന്നും എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു? ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു. ജഡത്തിൽ എന്ത് ചെയ്യുന്നു? തൻ്റെ പ്രവൃത്തി തികച്ചുകൊണ്ട് സകലത്തിലും ഈ ദൈവിക പ്രോഗ്രാമിനെ അവൻ്റെ തലയോളം വളർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അനുഭവമാണ്, അല്ലെങ്കിൽ ഒരു പീരീഡാണ് ഈ കൃപായുഗം. ഈ കൃപായുഗത്തിൻ്റെ ശ്രേഷ്ഠതയിലേക്ക് വിളിക്കപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ ദാസനാകുന്ന ശീമോൻ മുഖാന്തരം ദൈവം നമുക്ക് അടിസ്ഥാനമായിട്ടിരിക്കുന്ന അടിസ്ഥാന ഉപദേശത്തിലൂടെ നമുക്ക് ലഭിച്ച പദവിയാണ് എന്താ? അവകാശി എന്നുള്ള പദവി. ഹല്ലേലൂയ. എന്തോത്തിനുള്ള അവകാശി? ദൈവത്തിൽ എന്തൊക്കെ അവകാശമുണ്ടോ, എന്തൊക്കെ നിലനിൽക്കുന്നുണ്ടോ, ഇതിൻ്റെ എല്ലാ അവകാശി. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ റാപ്ചറിന് ശേഷം സകല ദൂതന്മാരും നമ്മളെ കുമ്പിട്ട് നമസ്കരിക്കണം വേണ്ടിവരും. സാറാഫുകൾ ദൈവസഭയ്ക്ക് ചുറ്റും നിന്നുണ്ട് പണ്ടത്തെ പോലെ കർത്താവിനെ ആരാധിക്കുന്നപ്പോൾ നമ്മളും ദൈവത്തിൻ്റെ സഭയുടെ ഒരു അംശമായിരിക്കും. ഇതാകുന്നു ഈ അവകാശം എന്ന് പറഞ്ഞതിനർത്ഥം. സകലത്തിനും യജമാനനാണ്. സ്തോത്രം. നിങ്ങൾക്ക് എത്രത്തോളം അത് ഗ്രഹിക്കാൻ കഴിയുമെന്ന് അറിഞ്ഞില്ല. യെശയ്യാപ്രവചനം 6-ാം അധ്യായത്തിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയ സിംഹാസനത്തിൽ, സ്തോത്രം, ഇരിക്കുമ്പോൾ സാറാഫുകൾ അവന് ചുറ്റും നിന്ന് കർത്താവിനെ ആരാധിക്കുമ്പോൾ ഈ കർത്താവിൻ്റെ ആത്മാവിൻ്റെ തലത്തിൽ, അല്ലെങ്കിൽ വചനത്തിൻ്റെ തലത്തിൽ നമ്മളൊക്കെ മുൻനിയമിക്കപ്പെട്ട അവയവമായി അവനിൽ ഉണ്ടായിരുന്നു. സ്തോത്രം. അവൻ മുന്നറിഞ്ഞവരെ വിളിച്ചവരെ നീതീകരിച്ച തേജസ്വീകരിച്ചും ഇരിക്കുന്നു തിരുവെഴുത്ത് നമ്മളെ പഠിപ്പിക്കുമ്പോൾ ആ മുന്നറിഞ്ഞ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അവയവത്തിൽ നമ്മളെല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് നമുക്ക് എന്തില്ലായിരുന്നു? ഒരു ജനനം ഉണ്ടായിരുന്നില്ല.
നമുക്കെന്ന് പറയുമ്പോൾ നമ്മുടെ ആത്മാവിന്, സ്തോത്രം, ഒരു ജനനമുണ്ടായിരുന്നില്ല. ഹല്ലേലൂയ. ആ ജനനമുണ്ടായതാണ് പെന്തക്കോസ് നാൾ മുതലുള്ള ദിവസം, കൃപായുഗം പൂർണ്ണമായിട്ടും. നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് 2-ാം സങ്കീർത്തനത്തിൽ ഉള്ള പ്രവചന നിവൃത്തി, ആ നിവൃത്തി തുടങ്ങിയതെന്നാണ്? പെന്തക്കോസ് നാൾ മുതലാണ്. അപ്പം പെന്തക്കോസ് നാൾ മുതലുള്ള ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയാണ് നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ. ഇന്നെന്ന് പറയുന്ന ദിവസം ഏതാണ്? കൃപായുഗമാണ്. ഇത് ജനനം നടന്നുകൊണ്ടേയിരിക്കുന്നേ ഉള്ളൂ. സ്തോത്രം. അങ്ങനെങ്കിൽ ഇന്ന് എന്ന് പറയുന്ന ദിവസത്തിൽ നാം ശരീരത്തിലാകുന്നു. ഏത് ശരീരത്തിൽ? ലോകത്തിൽ പാപം സംബന്ധിച്ച് അമ്മയും അപ്പനും മുഖാന്തരം നമുക്ക് ലഭിച്ചിരിക്കുന്ന ശരീരം. ഈ ശരീരവാസം നമ്മളെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്തോത്രം. നമുക്ക് മാത്രമല്ല, യേശു ക്രിസ്തു, മഹാദൈവമായ നസറനായ യേശു ക്രിസ്തുവിനും നമ്മുടെ ഈ ശരീരവാസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മളെക്കുറിച്ച് നമ്മൾ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. നമ്മുടെ ഭക്ഷണം, നമ്മുടെ പാർപ്പിടം, നമ്മുടെ വസ്ത്രം, നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ സ്റ്റെപ്പുകളും ദൈവത്തിൻ്റെ ആവശ്യമാണ്. ആകയാൽ ദൈവം നമുക്കായി കരുതുന്നതാകയാൽ നമ്മുടെ സകല ചിന്താഗതിയും അവൻ്റെ മേലിട്ടുകൊള്ളുക. അതുകൊണ്ടാണ് വിശുദ്ധ തിരുവചനത്തിൽ നമ്മുടെ സഹോദരൻ പൗലോസ് പറയുന്നത്, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താഭാരവും അവൻ്റെ മേലിട്ടുകൊള്ളുക. കാരണം എന്താണ്? അവൻ്റെ ആവശ്യമാണ് നമ്മൾ ശരീരത്തിൽ ഇരിക്കുക എന്നുള്ളത്. നമ്മുടെ ആവശ്യം, നമുക്കത് ആവശ്യമായി തീർന്ന എപ്പോഴാണ്? ദൈവം ജഡത്തിൽ വെളിപ്പെടുവാൻ തുടങ്ങിയപ്പോഴാണ് നമുക്ക്, ഹല്ലേലൂയ, അത് ആവശ്യമായി വന്നത്. പക്ഷേ സ്തോത്രം, ലോക സ്ഥാപനത്തിന് മുമ്പേ നമ്മൾ ശരീരത്തിൽ ഇരിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ ആവശ്യമാണ്. എപ്പോൾ തുടങ്ങി? പാപം പ്രപഞ്ചത്തിൽ ഉത്ഭവിച്ച നിമിഷം മുതൽ ദൈവം സ്തോത്രം പ്രോഗ്രാം ചെയ്തതാണ്. ഹല്ലേലൂയ. പാപം പ്രപഞ്ചത്തിൽ വന്നപ്പോഴേ ദൈവം പ്രോഗ്രാം ചെയ്തതാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഒരു സ്റ്റെപ്പ് കടന്ന് ചിന്തിച്ചാൽ സ്തോത്രം, ഈ ലൂസിഫർ എന്ന് വിളിക്കപ്പെടുന്ന, അരുണോൽ പുത്രനായ ശുക്രൻ എന്ന് വിളിക്കപ്പെടുന്ന, ബേസേബൂൽ എന്ന് വിളിക്കപ്പെടുന്ന, സ്തോത്രം, കെരൂബ് വർഗത്തിൽപ്പെട്ട ഷോർ രാജാവ് എന്ന് വിളിക്കപ്പെടുന്ന ഈ പിശാച് പാപം ചെയ്യുന്നതിന് മുമ്പ് ദൈവത്തിന് അറിയാമായിരുന്നു അവൻ പാപം ചെയ്യുമെന്ന്. ദൈവത്തിൻ്റെ സ്തോത്രം, സർവജ്ഞാനത്തിൽ ദൈവത്തിന് അറിയാമായിരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു വൻ പദ്ധതിയാണ് സ്തോത്രം, ഈ ഈ കൃപായുഗം എന്ന് പറയുന്നത്. ഇത് കൂടുതൽ നിങ്ങൾ അറിഞ്ഞാൽ അത് ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ അവിടെ നിർത്തുകയാണ്. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ ഒരു വൻ പദ്ധതിയാണ് ഈ കൃപായുഗം. കൃപായുഗം എന്ന് പറയുന്നത് കർത്താവിൻ്റെ വലിയ ഒരു 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 വലിയ ഒരു മെഗാപ്രവൃത്തിയാണ്. സ്തോത്രം. ദൈവത്തിൻ്റെ ഒരു പ്രോഗ്രാമാണ്. സ്തോത്രം. അത് നന്മയ്ക്കാണ്. നമ്മുടെ ഈ ശരീരത്തിലുള്ള അല്പകാലത്തെ ലഘുസങ്കടം, സ്തോത്രം. അതുകൊണ്ടാണ് നമ്മുടെ സഹോദരനെ പൗലോസ് റോമാലേഖനം 8-ാം അധ്യായത്തിൽ 18 മുതൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, നമ്മിൽ വെളിപ്പെടുവാനിരിക്കുന്ന തേജസ് വിചാരിച്ചാൽ ഈ ലോകത്തിലെ കഷ്ടം സാരമില്ല. അങ്ങനെയെങ്കിൽ പ്രപഞ്ചത്തിലുള്ള സകല സൃഷ്ടി, ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന സകല ആത്മജീവികളെക്കാളും തേജസ്സേറിയ വിലയേറിയ ഒരു തലങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ്. ഒരു വാക്കും കൂടെ അതിനകത്ത് കടന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു വന്നതുകൊണ്ട് എന്നെ കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പറയുന്നു. സ്തോത്രം. ഈ ദൈവത്തിൻ്റെ സകല സൃഷ്ടികളും ദൈവം വാക്കിനാൽ സൃഷ്ടിക്കുമ്പോൾ അവൻ്റെ വാക്കെന്ന് പറയുന്നത് വചനമാണ്. അങ്ങനെയെങ്കിൽ സ്തോത്രം, നമ്മളിൽ വീണ്ടും ജനിച്ചിരിക്കുന്ന യേശു ക്രിസ്തു എന്ന ദൈവവചന ഒഴികെ, നമ്മുടെ ദേഹിയല്ല ഞാൻ പറയുന്നത്, നമ്മുടെ ആത്മാവിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ ആത്മാവെന്ന സ്തോത്രം യേശു ക്രിസ്തുവിൻ്റെ അവയവമായിരിക്കുന്ന ആത്മാവ് ഒഴികെ ദൈവം ഒരു സൃഷ്ടിയും നടത്തിയിട്ടില്ല. സ്തോത്രം. അങ്ങനെയെങ്കിൽ അല്പസമയത്തേക്കുള്ള ലഘു സങ്കടം, പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ദൈവം ഒരുക്കുന്ന അതിശ്രേഷ്ഠമായ അനുഭവമാകുന്നത് കൊണ്ട് സ്തോത്രം, ഈ ലഘു സങ്കടവും സാരമില്ല. നമ്മിൽ വെളിപ്പെടുവാനിരിക്കുന്ന തേജസ് വിചാരിച്ചാൽ ഈ ലോകത്തിലെ കഷ്ടം സാരമില്ല എന്ന് ഞാൻ കർത്താവിൽ നിങ്ങളോട് പ്രബോധിപ്പിക്കുന്നു
എൻ്റെ പ്രിയ സഹോദരങ്ങളെ. ആകയാൽ ആമേൻ സ്തോത്രം. അങ്ങും ഇങ്ങും പോയാൽ നമ്മൾ പിന്നിൽ പോയിടും. ഭംഗമില്ലാതെ ഓടിയാൽ ബിരുദ പ്രാപിക്കാം. ആമേൻ. നല്ല ഓട്ടമോടി വിജയം പ്രാപിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അവകാശി സകലത്തിനും യജമാനൻ. ആ പറയുന്ന പദമൊന്ന് കെട്ടിക്കേ. അവകാശിയെ തിരുവഴുത്തിൽ വിളിച്ചിരിക്കുന്നത് എന്താണ് വിളിച്ചിരിക്കുന്നത്? യജമാനൻ എന്നാണ് വിളിച്ചിരിക്കുന്നത്. ഈ അവകാശിയാകുന്ന ദൈവപുത്രനെ ദൈവം വിളിച്ചിരിക്കുന്ന പേര് യജമാനൻ എന്നാണ്. യജമാനൻ ദൈവമല്ലേ പ്രിയരെ? അപ്പോൾ ഈ ശരീരവാസത്തിന് അപ്പുറത്തുള്ള ആ പദവിയെക്കുറിച്ച് നിങ്ങൾ തന്നെ നിങ്ങളെക്കുറിച്ചൊന്ന് വിലയിരുത്തുവിൻ. അങ്ങനെയെങ്കിൽ നിങ്ങൾ ലോകത്തിൻ്റെ വഴികളിൽ ഇനി പോകുമോ? പാപം നിങ്ങളെ ഭരിക്കുമോ? നിങ്ങൾ ദൈവത്തിനു വേണ്ടി ആമേൻ പോരാടേണ്ടവരല്ലയോ? ഈ ആമേൻ അവകാശം നമുക്ക് ലഭിച്ചിരിക്കുന്നത് നമ്മൾ യേശുവിനെ കർത്താവും രക്ഷിതാവുമായി ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെട്ടത് കൊണ്ടാണ്. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടാത്ത ഒരു വ്യക്തിക്കും ഈ അവകാശം ലഭിക്കില്ല. അതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ റാപ്ചർ, അതായത് ദൈവസഭയുടെ റാപ്ചർ വരുന്ന സമയത്ത് ആമേൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാത്ത ഒരു മനുഷ്യർക്കും സ്തോത്രം ഈ റാപ്ചർ ഉണ്ടാകില്ല. ഹല്ലേലൂയ. നാം യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റ് അവൻ്റെ മരണത്തിൽ പങ്കാളിയായി തീർന്നു. അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. അവനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ യേശുക്രിസ്തുവിൻ്റെ നാമം, നമ്മളെ സ്നാനപ്പെടുത്തുന്ന സ്നാപകൻ യേശുക്രിസ്തുവിൻ്റെ നാമം പറഞ്ഞ് നമ്മളെ സ്നാനപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ റാപ്ചർ ഉണ്ടാകത്തുള്ളൂ. നമ്മൾ ഈ അവകാശത്തിലേക്ക് കടക്കത്തുള്ളൂ. അത് ദൈവം ഉന്നയിക്കപ്പെട്ട അവയവമാണ്. ആ അനുഭവം പ്രാപിപ്പാൻ സർവ്വവല്ലഭനായ ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. സ്തോത്രം. നമുക്ക് അടുത്ത ഘട്ടങ്ങളിലേക്ക്, അടുത്ത ഭാഗങ്ങളിലേക്ക് കടക്കാം. അടുത്ത ദിവസങ്ങളിലേക്ക്, അടുത്ത സ്തോത്രം ക്ലിപ്പ് പ്രസംഗിക്കുന്ന സമയത്ത് അടുത്ത ഭാഗങ്ങളിലേക്ക് ദൈവീയഹിത പ്രകാരം നമുക്ക് ചുവടിൽ വെക്കാം. സർവശക്തി നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ.